നമ്മൾ +2 ഹ്യൂമാനിറ്റീസും +2 കൊമേഴ്സും +2 കൊമേഴ്സ് +2 ഹ്യൂമാനിറ്റീസിൻ്റെ എക്കണോമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക്സ് നമുക്ക് പഠിക്കാനായിട്ട് 2 ബുക്സാണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ്. അപ്പോൾ എന്താണ് മൈക്രോ മാക്രോ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ആണ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സും. ഓരോ പുസ്തകങ്ങളിലായിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് അപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇൻട്രൊഡക്ടറി പാർട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സും സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സും. അതിൽ ഓരോ ടെക്സ്റ്റ് ബുക്സിലും 6 ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കാറുണ്ട്. നമ്മൾ എക്കണോമിക്സ് നേരത്തെ നമ്മൾ പഠിച്ചതാണ്, അറിയാം. പഴയ ക്ലാസ്സുകളിൽ നമ്മൾ +1 ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ദ വേർഡ് എക്കണോമിക്സ് അല്ലേ. എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്? അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇതൊരു ഗ്രീക്ക് വേർഡാണ് ആയ ഒക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത വേർഡാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ്. ആ ഗ്രീക്ക് വേർഡായ ഈ എക്കണോമിയ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ഏത് ഡിറൈവ് ചെയ്തത്? എക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്ത് വന്നത് തന്നല്ലോ. അപ്പൊ എല്ലാ ഗൃഹങ്ങളിലും ഉള്ള എന്താണ് അതിന്റെ ഭരണരീതികൾ, ഓരോരോ വീടുകളിലും അവിടെ എന്തുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ക്രോഡീകരിക്കുന്നു അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡായ ഒക്കണോമിയ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ എക്കണോമി അല്ലെങ്കിൽ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ എന്നുള്ള വേർഡിന് പകരമായിട്ട് അദ്ദേഹം ഒറ്റ വാക്കാണ് യൂസ് ചെയ്തത്. ഏതാണ്? എക്കണോമിക്സ് എന്ന് പറയുന്ന വാക്ക്. പിന്നെ ഫാദർ ഓഫ് എക്കണോമിക്സ് നമുക്കറിയാം. ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് ഏതാണ്? ആൻ എൻക്വയറി ടു ദ നാച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. വെൽത്ത് ഓഫ് നേഷൻ എന്ന പേരിൽ അറിയപ്പെടും. ഏത് ഇയറിലാണ് അത് പബ്ലിഷ് ആയത്? 1776 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അതിൽ വളരെ വ്യക്തമായ ഡെഫിനിഷൻ, ദാറ്റ് മീൻസ് വെൽത്ത് ഡെഫിനിഷൻ എക്കണോമിക്സിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആദം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് എന്താണ്? ഫേമസ് ബുക്ക് ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. എന്നാലും ഫൈനൽ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടും? വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആ ബുക്കിന്റെ പേരെന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1776. അപ്പൊ ആ എക്കണോമിക്സിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷനുകൾ ഒന്ന് ആഡം സ്മിത്ത് അദ്ദേഹം നൽകിയിരിക്കുന്ന ഡെഫിനിഷൻസ് ബേസ്ഡ് ഓൺ വെൽത്ത് ആണ്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം എക്കണോമിക്സിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെൽഫെയറിന്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിയോണൽ റോബിൻസ്. അദ്ദേഹം നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ ബേസ്ഡ് ഓൺ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. അടുത്തത് പോൾ എ സാമുവൽസൺ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ ഗ്രോത്ത് ബേസ്ഡ് ആണ്. അങ്ങനെ വെൽത്തിന്റെയും വെൽഫെയറിന്റെയും സ്കേഴ്സിറ്റിയുടെയും ഗ്രോത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് ഡെഫിനിഷനുകൾ നൽകിയിട്ടുണ്ട് എക്കണോമിക്സിന്. അതിൽ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള
നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഡെഫിനിഷനുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒന്ന് ആഡം സ്മിത്തിന്റെ വെൽത്ത് ഡെഫിനിഷനും അതുപോലെ തന്നെ ലിയോണൽ റോബിൻസന്റെ ഏതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷനുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മോഡേൺ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഡെഫിനിഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മോഡേൺ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. സോ വെൽത്ത് ഡെഫിനിഷൻ ആര് നൽകിയിരിക്കുന്നതാണ്, ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വെൽത്ത് ഡെഫിനിഷനാണ്. വെൽത്ത് ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ് എക്കണോമിക്സിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ, ബേസ്ഡ് ഓൺ വെൽത്ത്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് നാച്ചർ ഓഫ് വെൽത്ത്, ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നാച്ചർ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ സ്വഭാവത്തിനെ കുറിച്ചുള്ള പഠനം, അതിന്റെ ജനറേഷൻ, അതിന്റെ ഉൽപാദനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ നിർമ്മിതിയെ കുറിച്ചുള്ള പഠനം, അതുപോലെ തന്നെ അതിന്റെ സ്പെൻഡിങ്ങിനെ കുറിച്ചുള്ള, അതിന്റെ ചിലവഴിക്കലിനെ കുറിച്ചുള്ള പഠനം, അതാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ്. ആരാണ് ഈ ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്, ആസ് പെർ ആഡം സ്മിത്ത്. സോ ആസ് പെർ ആഡം സ്മിത്ത് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ വെൽത്ത് ഡെഫിനിഷൻ. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് നാച്ചർ ഓഫ് വെൽത്ത്, ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. സമ്പത്ത്, അതിൻ്റെ സ്വഭാവം, അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു, അതുപോലെ അത് എങ്ങനെ ചിലവഴിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറയുന്നത്, ആഡം സ്മിത്ത് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് പറയും. അപ്പൊ നമ്മളൊരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അടുത്ത സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ലിയോണൽ റോബിൻസന്റെ ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. പീപ്പിൾ നീഡ് മെനി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്. നമുക്കറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ ഗുഡ്സ് അതുപോലെ തന്നെ സർവീസസ് നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം എന്താണ്, ഹ്യൂമൻ ബീയിങ് ആണ്. അവൻ്റെ വാണ്ട്സ് അതുപോലെ തന്നെ അവൻ്റെ നീഡ്സ് എന്നൊക്കെ പറയുന്നത്, അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ആവശ്യകതകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും അവസാനിക്കാത്തത്. ഓരോരുത്തർക്കും ഓരോ ആവശ്യം നിറവേറ്റി കഴിയുന്നതോറും വീണ്ടും വീണ്ടും പുതിയ പുതിയ ആവശ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. At different situations and at different regions, the society has different needs. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ മേഖലകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ സമൂഹത്തിനായാലും അല്ലെങ്കിൽ വ്യക്തികൾക്കായാലും അവരുടെ ആവശ്യകതകൾ എന്ന് പറയുന്നത്, നീഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വ്യത്യസ്തങ്ങളായിരിക്കും. ഡിഫറെന്റ് നീഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ ആ നീഡ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്കേഴ്സ് ആയിരിക്കും, പരിമിതമായിരിക്കും. ഏത് റിസോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ആ റിസോഴ്സുകൾക്ക് അതിൻ്റെതായ ലിമിറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പരിധികൾ ഉണ്ടായിരിക്കും. എന്ത് കൺസിഡർ ചെയ്താൽ, ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു നാച്ചുറൽ റിസോഴ്സസ് ആയ എന്താണ് നമ്മുടെ പെട്രോളിയം,
അതിൻ്റെ ബൈ പ്രൊഡക്ട്സുകളും അല്ലേ, നാച്ചുറൽ ഗ്യാസ്, ആ നാച്ചുറൽ ഗ്യാസിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ അതൊക്കെയാണ് പെട്രോളിയം, ഡീസല്, ഏവിയേഷൻ ഓയില്, പിന്നെ അങ്ങനെയുള്ള പലതും തന്നെയല്ല, അതുമായിട്ടുള്ള ബൈ പ്രൊഡക്ട്സുകൾ പലതും തന്നെയല്ല. അപ്പോൾ അത് ബേസ്ഡ് എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ നാച്ചുറലിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഒന്നാണത്. അപ്പം അതിൻ്റേതായ ഒരു ലിമിറ്റുണ്ട്, ഒരു പരിധിയുണ്ട്. എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു അത്രത്തോളം എന്ത് ചെയ്യണത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് റീജനറേറ്റ് ചെയ്യുന്നില്ല, അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ വിഭവങ്ങളെ വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വിനിയോഗിക്കുക. അതിൻ്റെതായ ആവശ്യകത അനുസരിച്ച് എന്ത് ചെയ്യുക? വിനിയോഗിക്കുക. വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്യാനും അതിൻ്റെതായ രീതിയിൽ കൺസ്യൂം ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നീഡെന്ന് പറയുന്നത്, ഏതിൻ്റെ നീഡെന്ന് പറയുന്നത്? ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നീഡെന്ന് പറയുന്നത് ഓരോരോ റീജിയണിലും അല്ലെങ്കിൽ ഓരോരോ ഇൻഡിവിജ്വലിലും അതെന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തങ്ങളായിരിക്കും. എനിക്കുണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ റിക്വയർമെൻറ്റ് എനിക്കെന്ന് പറയുന്നത് ഒന്നും, മറ്റൊരു വ്യക്തിക്ക് അത് വേറൊരു രീതിയിലുമായിരിക്കും. എനിക്ക് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ തിങ്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ റിക്വയർമെൻറ്റ് 2 ക്വാണ്ടിറ്റിയാണ് വേണ്ടതെങ്കിൽ വേറൊരു വ്യക്തിക്ക് ആ പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ റിക്വയർമെൻറ്റ് 1 ക്വാണ്ടിറ്റി മതിയാണ്. അല്ലെങ്കിൽ സി എന്ന് പറയുന്ന വേറൊരു വ്യക്തി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 5 ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അത് ഇൻഡിവിജ്വൽ നീഡ്സാണ് പറയുന്നത്. അതുപോലെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഓരോ സൊസൈറ്റി സിറ്റുവേറ്റ് ചെയ്യുന്ന ഓരോരോ മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. സോ ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ എ സൊസൈറ്റി is a producer of anything or any of the goods or services. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് he may be a producer, അയാൾ എന്തായിരിക്കാം? ഏതെങ്കിലും തരത്തിൽ അയാൾ എന്തായിരിക്കാം? ഒരു പ്രൊഡ്യൂസർ ആയിരിക്കാം, അയാൾ ഒരു ഉൽപാദകനായിരിക്കാം തന്നല്ലോ. എന്തിൻ്റെ എല്ലാം? ചിലപ്പോൾ ഗുഡ്സിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തിൻ്റെ ആയിരിക്കാം? സർവീസസിൻ്റെ. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിലെ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഇൻഡിവിജ്വൽസ് ചേരുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിലെ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്, സപ്പോസ് എക്സാമ്പിളായിട്ട് നമുക്ക് ആരെ എടുക്കാം? ഒരു ഫാർമറിനെ എടുക്കുകയാണെങ്കിൽ, ഒരു കർഷകനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ കർഷകൻ എന്തായിരിക്കും? അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നം, അയാൾ എന്താണ്? പ്രൊഡ്യൂസറാണ് അല്ലേ? അയാൾ എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റ് അയാൾ എന്ത് ചെയ്യണം? ഔട്ട് സൈഡിൽ സെല്ല് ചെയ്യുന്നുണ്ടോ? കച്ചവടം നടത്തുന്നുണ്ടോ? So at the same time, he is consumer of those commodities that he is not producing. But at the same time, he is in need of it. അതേ സമയം തന്നെ ഇയാൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഉൽപ്പന്നം അയാൾ എന്ത് ചെയ്യാണ്? കച്ചവടം നടത്തും. ചിലപ്പോൾ അയാൾ ആ ഉൽപ്പന്നത്തിന് അയാൾക്ക് എന്ത് ആവണമെന്നില്ല, ആവശ്യകത ഉണ്ടാവണമെന്നില്ല, ആ വ്യക്തിക്ക് ആവശ്യകത ഉണ്ടാവണമെന്നില്ല. അത് മറ്റൊരു വ്യക്തിക്ക് എന്താണ്? അവിടെ നെസസിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ആവശ്യകത ഉണ്ടാക്കുന്നു. പക്ഷേ മറ്റേതെങ്കിലും പ്രൊഡക്റ്റ്, ആ സൊസൈറ്റിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആർക്ക് വേണ്ടി വരും? ഈ സെയിൽ നടത്തുന്ന ഈ വ്യക്തിക്കും ചിലപ്പോൾ എന്ത് ചെയ്യും? വേണ്ടി വരും. എക്സാമ്പിളായിട്ട് ഒരു ഫാർമർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തപ്പിയോക്കയാണ്. ആ തപ്പിയോക്ക അയാൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അയാൾ എന്ത് ചെയ്യുന്നത്? സെയിൽ നടത്തുന്നു. അയാൾക്ക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്, അയാളുടെ നീഡ് എന്ന് പറയുന്നത് എഗ്ഗാണ്, എഗ്സാണ് തന്നല്ലോ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരു ഇൻഡിവിജ്വലാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ തപ്പിയോക്ക അയാൾ സോൾഡ് ഔട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന തപ്പിയോക്ക അയാൾ എന്ത് ചെയ്യുന്നില്ല? അയാൾ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല, അയാൾക്ക് അതിൻ്റെ ആവശ്യകതയില്ല. അയാൾക്ക് എന്താണ് വേണ്ടത്? അയാൾക്ക് വേണ്ടത് എഗ്ഗാണ് തന്നല്ലോ. അപ്പോൾ എന്താണ്? അത് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആ സൊസൈറ്റിയിൽ തന്നെ വേറൊരു ഇൻഡിവിജ്വൽ ആയിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ തപ്പിയോക്ക സെയിൽ ഔട്ട് ചെയ്യുന്ന കിട്ടുന്ന പൈസ, മണി എന്നതിന് വേണ്ടി എഗ്ഗ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എഗ്ഗ് സെയിൽ ഔട്ട് ചെയ്യുന്ന വ്യക്തി ആ പൈസ തപ്പിയോക്ക പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതാണ് പറഞ്ഞത്, he is the consumer of those commodities that he is not producing, but at the same time he is in need of it. തന്നല്ലോ. സോ ഈ
individual in a society is a producer of any of the goods and services. At the same time, he is a consumer of those commodities that he is not producing, but at the same time he is in need of it. ആദ്യമേ നമ്മൾ പറഞ്ഞു റിസോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റാണ്, സ്കേഴ്സാണ്, അത് പരിമിതമാണ്. These scarce resources have alternative or competitive usage. അപ്പോൾ ഈ റിസോഴ്സുകൾക്ക് എന്തുണ്ട്? അതിൻ്റെതായ കോമ്പറ്റേറ്റീവ് യൂസുകളുണ്ട്. ഒന്നിന് പകരം മറ്റൊരു രീതിയിലുള്ള ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം അതിനുണ്ട്. ഈ റിസോഴ്സുകൾ എന്താണ്? ഇവ പരിമിതങ്ങളാണ്. അടുത്ത രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. There exists a mismatch between the wants and the resources. വിഭവങ്ങൾ, നമുക്ക് ലഭ്യമായ റിസോഴ്സുകൾ, അവൈലബിൾ റിസോഴ്സസുകളും അതുപോലെ തന്നെ വാണ്ട്സ് ഓഫ് ദി സൊസൈറ്റി അല്ലെങ്കിൽ വാണ്ട്സ് ഓഫ് ദി കൺട്രി, വാണ്ട്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ, അത് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? മാച്ച് ചെയ്യില്ല. അവിടെ എന്തുണ്ട്? ഒരു മിസ് മാച്ചിങ് ഉണ്ട്. അതുപോലെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് നെസസിറ്റേറ്റ് ചോയ്സ്. റിസോഴ്സസിന്റെ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ്? അതിന്റെ പരിമിതി അല്ലെങ്കിൽ അതിന്റെ ലഭ്യത കുറവെന്ന് പറയുന്നത് എന്ത്? ചോയ്സിന് കാരണമാകും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണോ ആവശ്യകത അതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, മുൻഗണന നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ എന്ത് വരുന്നു? നമ്മുടെ മുന്നിൽ ചോയ്സസ് ഉണ്ട്. ആ ചോയ്സിൽ ഫസ്റ്റ് ചോയ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? സെലക്ഷൻ നടത്തേണ്ടതായിട്ട് വരും. If the resources of the society is scarce and the human wants are unlimited, these resources have alternative usage. The society goes through the process of choice. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിയോണൽ റോബിൻസ് അദ്ദേഹം നൽകിയിരിക്കുന്ന സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്, if the resources of the society is scarce, ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണെങ്കിൽ, ആൻഡ് ദ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അനിശ്ചിതമാണെങ്കിൽ, ദീസ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസേജ്, ആ വിഭവങ്ങൾക്ക് മറ്റ് പല ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ, ദ സൊസൈറ്റി ഗോസ്, സമൂഹം എന്തിലൂടെ പോകേണ്ടി വരും? ദ പ്രോസസ് ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കൽ എന്ന പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ലിയോണൽ റോബിൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് എക്കണോമിക് ഈസ് എ സയൻസ് which studies human behavior as a relationship between ends and scarce means which have alternative uses. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1932 അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ്. ആ ബുക്കിന്റെ പേര് ആൻ എസ്സേ ഓൺ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്ക് 1932 അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ആരാണ്? ലിയോണൽ റോബിൻസൺ ആണ്. അദ്ദേഹമാണ് സ്കേഴ്സിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ നൽകിയിരിക്കുന്നത്. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക്സ് ഈസ് എ സയൻസ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. വിച്ച് സ്റ്റഡീസ്, അത് എന്തിനെ കുറിച്ച് പഠനം നടത്തുന്നു? ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ സ്വഭാവത്തിനെ കുറിച്ച്. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ്, അപ്പോൾ അന്ത്യവും അതുപോലെ തന്നെ എന്താണ് അപര്യാപ്തവുമായ ആൾട്ടർനേറ്റീവ് യൂസസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിന് പകരം നമുക്ക് മറ്റ് രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ വിഭവങ്ങളുടെ വിനിയോഗവും അതിനെക്കുറിച്ചുള്ള എന്താണ് മനുഷ്യന്റെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യ സ്വഭാവത്തിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് which deals with the human behavior as a relationship between ends and scarce means which have
ആൾട്ടർനേറ്റീവ് യൂസ്. ഈ എൻസ് ആൻഡ് സ്കേഴ്സ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ്, റിസോഴ്സസിനെ കുറിച്ചാണ് തന്നെയല്ലോ. ആ റിസോഴ്സസിന്റെ എൻസും അതുപോലെ സ്കേഴ്സുമായ അവസാനിക്കുന്നതും അതുപോലെ പരിമിതങ്ങളുമായിട്ടുള്ള ഈ സ്കേഴ്സിന്, ഈ റിസോഴ്സസ്, ആ സ്കേഴ്സ് ആയിട്ടുള്ള എൻസ് ആയിട്ടുള്ള റിസോഴ്സസിന് ഒരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല ഉപയോഗങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റു പല ഉപയോഗങ്ങളുമുള്ള ഈ സ്കേഴ്സിറ്റി ഉള്ള എൻസ് ഉള്ള റിസോഴ്സസിനെ എന്ത് ചെയ്യാനുള്ള, ഉപയോഗിക്കുന്നതിനുള്ള എന്താണ് മനുഷ്യന്റെ ആ ഒരു എന്താണ് സ്വഭാവ രീതി, ഹ്യൂമൻ ബിഹേവിയർ ആണ് എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആരുടെ അഭിപ്രായത്തിലാണ്? ലിയോണൽ റോബിൻസ്. വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക്സ് ഈസ് ദ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.